ലിറ്ററലി തന്നെ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് മൊത്തം മാറ്റിമറിച്ചു. പൈസ നമുക്ക് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് ക്ലിയർ ആയിട്ട് അറിയില്ല. ഇതിൽ ഇത്തിരി കൂടി ഫ്രീഡം ഉണ്ട്, കാരണം എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ വർക്ക് ചെയ്താൽ ഒരു സ്റ്റേജിൽ അവിടെ നിന്ന് സെൽഫ് എംപ്ലോയി എന്ന ലെവലിലേക്ക് ഞാൻ കടന്നായിരുന്നു. ഡൂയിങ് മോർ വിത്ത് ലെസ് എല്ലായിടത്തും ഉള്ളൊരു സാധനമാണ് ഹൗ വി മേക്ക് മണി. അതിലേക്കൊരു ക്ലാരിറ്റി വന്നത് ഈ 2 ബുക്ക് വായിച്ചപ്പോഴാണ്. നമ്മൾ 2 ബുക്കുകൾ ഇന്നത്തെ ലെറ്റ്സ് ഇൻട്രൊഡ്യൂസ്. ശ്യാം, യെസ്, എനിക്ക് തോന്നുന്നു ഈ സമയത്ത് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മുഴങ്ങി കേൾക്കുന്ന 2 ചോദ്യങ്ങളാണ് ഫിനാൻഷ്യൽ ഫ്രീഡം, ഫിനാൻഷ്യൽ ലിറ്ററസി. അതെ, ഒന്നുണ്ടെങ്കിൽ അടുത്തതുണ്ടാവുമെന്ന് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഫിനാൻഷ്യൽ ലിറ്ററസി ലീഡ്സ് ടു ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 2 ബുക്കുകളാണ്. ആ 2 ബുക്കുകളും ഇതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഈ ഫിനാൻഷ്യൽ ലിറ്ററസി പഠിപ്പിച്ചിട്ട് നമ്മൾ എങ്ങനെ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കാം, നമുക്ക് ജീവിതത്തിൽ അത് എങ്ങനെ നേടിയെടുക്കാം എന്ന് പറയുന്നതാണ്. അതെ അതെ അതെ. നമ്മൾ 2 ബുക്കുകൾ ഇന്നത്തെ ലെറ്റ്സ് ഇൻട്രൊഡ്യൂസ്. യങ് റിട്ടയർ റിച്ച്, റോബർട്ട് കിയോസാക്കിയുടെ, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഓഥറാണ്. അതേപോലെ തന്നെ ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ്, പുള്ളിയുടെ റിച്ച് ഡാഡ് പുവർ ഡാഡ് കഴിഞ്ഞിട്ട് പിന്നെ 2 ഹിറ്റായ പുള്ളിയുടെ 2 ബുക്കുകളാണ് ഇതും. ഏറ്റവും വളരെ തക്കതായ കാരണങ്ങളും അതിനകത്തുണ്ട്. പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന ആ വലിയ ലക്ഷ്യത്തെ നേടിയെടുക്കുന്ന സ്റ്റെപ്സ് പറയുന്ന ഒരു ബുക്കാണ്. ലെറ്റ്സ് ഡൈവ് ഇൻ ടു ഇറ്റ്. ആസ് ലൈക്ക് നോർമൽ നമുക്ക് നമ്മുടെ മെയിൻ 2 ക്വസ്റ്റ്യൻസ്. ഹൗ ഡിഡ് യു സീ ദീസ് ബുക്സ്? എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്? പ്ലസ് എങ്ങനെ വാട്ട് ഇമ്പാക്ട് ഡിഡ് ഇറ്റ് ഹാവ് ഓൺ യു? സാധാരണ പറയാറുള്ള പോലെ അല്ലേ, ഒരു കാലത്ത് നമുക്ക് ആ ഒരു ഫൈനാൻഷ്യലി സക്സസ്ഫുൾ ആവണം എന്നുള്ള അതിയായിട്ടുള്ള ഒരു ആഗ്രഹം ഇങ്ങനെ തിളച്ച് നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് എവിടെയാണ് തുടങ്ങേണ്ടത്, എവിടെയാണ് അങ്ങനെ നമ്മളൊരു റാൻഡം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന യാത്രയിലാണ് ഞാൻ റോബർട്ട് കിയോസാക്കിയുടെ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങിയത്. അങ്ങനെ എനിക്കറിയാം പൈസ നമുക്ക് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് ക്ലിയർ ആയിട്ട് അറിയില്ല. എന്നാൽ ഈ ഫൈനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്ന സംഭവം നമ്മൾ അതിലൊക്കെ എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളത് നമുക്കറിയില്ല. എനിക്ക് ലിറ്ററലി ഒരു ബാങ്കിൽ ഞാൻ അത്ര ലോൺ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. കാർ ലോണിന് അത്ര നമ്മളങ്ങനെ കെയർഫുൾ അല്ല. അങ്ങനെ ഒരു സമയത്ത് എത്തിപ്പെട്ട 2 ബുക്ക് തന്നെയാണ്. ഞാനതൊരു സീരീസ് ആയിട്ട് വാങ്ങിയ ബുക്കാണ്. വലിയ പുസ്തകമാണ്. അപ്പോൾ നമ്മൾ ഈ യങ് റിട്ടയർ റിച്ച് പോലെ തന്നെ ഒരു 400-ഓളം പേജുള്ള ബുക്ക് തന്നെയാണ് അടുത്തതും. അത് ലിറ്ററലി എന്നെ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് മൊത്തം മാറ്റിമറിച്ചു. ഈ ഫൈനാൻഷ്യൽ ലിറ്ററസിയുടെ അത്യാവശ്യത്തിനെ പറ്റിയിട്ടും ഫൈനാൻഷ്യൽ ഫ്രീഡത്തിന്റെ അത്യാവശ്യത്തിനെ പറ്റിയിട്ടും സംഭവം നമുക്കൊരു ഡെഫിനേഷൻ ഉണ്ടായി. നമ്മളതൊരു ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് നമ്മൾ ആ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്ക് എങ്ങനെ എത്തിപ്പെടുക എന്നുള്ളത്. അതിലേക്കൊരു ക്ലാരിറ്റി വന്നത് സത്യത്തിൽ ഈ 2 ബുക്ക് വായിച്ചപ്പോഴാണ്. എനിക്ക് റോബർട്ട് കിയോസാക്കി അതിൻ്റെ ഒരാളാണെന്ന് തോന്നുന്നു. പുള്ളിയുടെ എല്ലാ നമ്മൾ ടോക്സ് കേട്ടാലും എല്ലാം പുള്ളി അതിനെക്കുറിച്ചാണ് പറയുന്നത്. ആ ഒരു വേരിയൻസിനെ കുറിച്ചാണ് പറയുന്നത്. ലെറ്റ്സ് ഗോ ടു ദി ഫസ്റ്റ് ബുക്ക്, ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ്. ആ പേര് പറയുന്ന പോലെ തന്നെ ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ്, അതാണ് അതിന്റെ മെയിൻ തീം. സോ വാട്ട് ഈസ് എ ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ്? എങ്ങനെയാണ് അത് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു രീതിയാണോ? ഹൗ ക്യാൻ വി യൂസ് ദാറ്റ്? ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിയോസാക്കി പറയുന്ന ഒരു 4 അറകളുള്ള, ഇപ്പൊ നമ്മൾ ഹാർട്ടിന് 4 അറകളുണ്ടെന്ന് പറയില്ലേ, അതുപോലെ 4 പോർഷൻസ് ആക്കിയിട്ട് തിരിച്ചേക്കാണ് ആൾക്കാർ പൈസ കൊണ്ടുവരുന്നതിന്. ഹൗ വി മേക്ക് മണി, നമുക്ക് ആൾക്കാരിലേക്ക് പൈസ എത്തിപ്പെടുന്നത് 4 രീതികളിലാണ്. വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എംപ്ലോയി ആയിരുന്നിട്ട്, ഞാൻ ഒരു കാലത്ത് എംപ്ലോയി ആയിരുന്നു, നമുക്ക് ജോലി ഉണ്ടായിരുന്നു, ഞാൻ എൻ്റെ സമയവും വിറ്റിട്ട് അല്ലെങ്കിൽ സമയം അവിടെ കൊടുത്തിട്ട് ഞാൻ അതിന് ശമ്പളം മേടിക്കുമായിരുന്നു. സോർട്ട് ഓഫ് എനിക്ക് സെക്യൂരിറ്റി ഉണ്ട്, കാരണം എനിക്ക് ജോലിയുണ്ട്. ഒരു ഫ്രീഡം ഇല്ല, എൻ്റെ മെൻ്റലി ഏത് ആസ്പെക്റ്റിലും എനിക്ക് ഫ്രീഡം ഇല്ലാത്തൊരു സോർട്ട് ഓഫ് ഏരിയ ആണ് ഇത്, ഈ എംപ്ലോയി ആയിട്ടിരിക്കുന്നത്. അടുത്ത 2ാമത്തെ ഒരു ലെയറാണ് സെൽഫ് എംപ്ലോയി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഡോക്ടർ, അയാൾക്ക് സ്കില്ലുണ്ട്, നോളജ് ഉണ്ട്, അദ്ദേഹം ഒരു ക്ലിനിക്ക് ഇട്ട് വിൽക്കുകയാണ്, അല്ലെങ്കിൽ ക്ലിനിക്ക് ഇട്ട് ഒരു ബിസിനസ് ചെയ്യാണ്. അതിനാണ് സെൽഫ് എംപ്ലോയ്മെന്റ് എന്നാൽ സെൽഫ് എംപ്ലോയി എന്ന് പറയുന്ന ഒരു കാറ്റഗറി. സോർട്ട് ഓഫ് പ്ലംബേഴ്സ് നമ്മൾ ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ അങ്ങനെ സ്വന്തം ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, സോൾ ട്രേഡേഴ്സ് എന്ന് പറയുന്ന പോലെ. പക്ഷെ ഇതിൽ സെയിം തന്നെ ഇതിൽ ഇത്തിരി കൂടി ഫ്രീഡം ഉണ്ട്, കാരണം എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ വർക്ക് ചെയ്താൽ. എന്നാൽ ഇതിലൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്, ഞാൻ വർക്ക് ചെയ്തില്ലെങ്കിൽ എനിക്ക് പൈസ ഇല്ല, നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഒന്നും ഇതിലില്ല, ഞാൻ തന്നെയാണ് ഇതിൽ പണിയെടുക്കുന്നത്. എന്നാൽ ഞാൻ വേറൊരാളുടെ അണ്ടറിലല്ല ജോലി ചെയ്യണത്. എംപ്ലോയി ആണെങ്കിൽ ഞാനൊരു സിസ്റ്റത്തിന്റെ അണ്ടറിൽ ഒരാളുടെ അണ്ടറിലാണ് ജോലി ചെയ്യണത്. ഇതിൽ എനിക്ക് ചൂസ് ചെയ്യാം ഞാൻ എന്താണ്, എപ്പോൾ വരണം, എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, എപ്പോൾ സ്റ്റോപ്പ് ചെയ്യണമെന്ന്. പക്ഷേ അവിടെയും നീ പോയാൽ തന്നെ നിനക്ക് പൈസ ഉണ്ടാവുള്ളൂ. അടുത്തൊരു ഏരിയ എന്ന് പറയുന്നതാണ് ബിസിനസ്. അത് ലെഫ്റ്റ് സൈഡിൽ. 2ാമത്തെ സൈഡിൽ കാണുന്നത് ബിസിനസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പോൾ ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാണ്. ആ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ അതിലേക്ക്
ആൾക്കാരെ എംപ്ലോയ് ചെയ്തിട്ട് ആൾക്കാരെ കൊണ്ട് വർക്ക് ചെയ്യിക്കുന്നതാണ് ബിസിനസ്. അവിടെ എൻ്റെ ഡയറക്റ്റ് ഇൻപുട്ട് ഇല്ല, എൻ്റെ ഡയറക്റ്റ് ഇൻപുട്ട് വേണ്ട. അത് ഒരു ഓട്ടോമാറ്റിക് ആണ്, അതൊരു സിസ്റ്റമാണ്. താഴെയുള്ളതാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്, ഇൻവെസ്റ്റർ നമ്മുടെ കയ്യിൽ വരണം. ഇപ്പോൾ ഈ ഏതെങ്കിലും രീതിയിലുള്ള പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിനെ ഡബിൾ ചെയ്ത് ലെവറേജ് ചെയ്ത് അങ്ങനെ ഒരു ഗ്രോത്ത് ഉണ്ടാക്കാവുന്ന രീതിയിലേക്ക്, അതാണ് പ്യുവർലി ഒരു പാസീവ് ഇൻകം എന്ന് പറയുന്ന ഒരു സോർട്ട് ഓഫ്. അവിടെ നമ്മുടെ ഈ സെക്ടറിലെ മണി വർക്ക്സ് ഫോർ അസ്, നമ്മളല്ല വർക്ക് ചെയ്യണത്. മനസ്സിലായില്ല? അതാണ് ഈ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞ കാറ്റഗറി. അതാണ് ആ ഒരു 4 ക്വാഡ്രന്റ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് ഇരിക്കുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മുടെ 4 ടൈപ്പ് ഓഫ് പീപ്പിൾ ഇൻ ദ വേൾഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഇതാണല്ലോ. ഇത് ഈ കാറ്റഗറി പെടുന്നവരാണ്. ഏതെങ്കിലും ഇതിനകത്ത് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ബുക്കിലുള്ള നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് പോകുന്നതായിരിക്കും രസം. സോ റിട്ടയർ യങ് റിട്ടയർ റിച്ചിനകത്ത് ഉള്ളൊരു സാധനമാണ് ലെവറേജ്. അതെ, ആ ലെവറേജിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? അതായത് ഞാൻ ഈ ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് വെരി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വലിയൊരു ബുക്ക്. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഞാൻ ഇരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എംപ്ലോയി ആയിരുന്നു. അപ്പോൾ എനിക്ക് ഒരു സ്റ്റേജിൽ അവിടെ നിന്ന് സെൽഫ് എംപ്ലോയി എന്ന ലെവലിലേക്ക് ഞാൻ കടന്നായിരുന്നു. കാരണം ഞാൻ കുറച്ച് സ്കില്ല് പഠിച്ച്, ഇപ്പം ഞാൻ റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള കാര്യങ്ങൾ പഠിച്ച് ആ സ്കില്ല് ചെയ്ത് ഞാൻ അതിന് അപ്പുറത്തെ സെൽഫ് എംപ്ലോയി ആയി നോക്കി. പക്ഷേ എനിക്ക് അപ്പോഴും അതിലൊരു കുറച്ചും കൂടി ഡീപ്പായിട്ട് പോയപ്പോഴാണ് ഞാൻ ഈ യങ് റിട്ടയർ റിച്ചിലേക്ക് എത്തിയത്. അതിൽ പറയണ മെയിൻ വേർഡാണ് ബേസിക്കലി ലെവറേജ്. ലെവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൂയിങ് മോർ വിത്ത് ലെസ്. കുറച്ച് ഉള്ളൊരു സംഭവം കൊണ്ട് കൂടുതലായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു 10% എൻ്റെ കയ്യിൽ പൈസ ഇട്ടിട്ട് ഞാനൊരു ലോൺ എടുത്തു, ഒരു 200,000 ലോൺ എടുക്കുകയാണെങ്കിൽ എൻ്റെ പൈസ അത്ര മാത്രമേ ഉള്ളൂ, മറ്റേത് ബാങ്കിൻ്റെ പൈസയാണ്. അപ്പം ഞാൻ എൻ്റെ പൈസ അതിന് ആ ഒരു ക്യാപിറ്റൽ ഗ്രോത്ത് ഉണ്ടാവുകയാണെങ്കിൽ, ഒരു അസറ്റ് ഞാൻ വാങ്ങണ ഒരു അസറ്റ് റിയൽ എസ്റ്റേറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് അസറ്റ് ഗ്രോ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ചെറിയ പൈസേനെ ഞാൻ ലെവറേജ് ചെയ്യുക, ഡൂയിങ് മോറാണ്. അപ്പോൾ അതൊരു പവർഫുൾ വേർഡാണ്. അപ്പോൾ ഈ ബുക്കിലെ മെയിൻ അതിന് കാറ്റഗറൈസ് ചെയ്തേക്കണ ലെവറേജ് എന്ന് പറഞ്ഞിട്ട് വേർഡിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ നമുക്ക് മൈൻഡിനെ ലെവറേജ് ചെയ്യാം. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളുള്ളൂ, പക്ഷെ ഞാൻ കൂടുതൽ പഠിച്ച് ഞാൻ കുറച്ച് എക്സ്പാൻഡ് ചെയ്യണം. ഇപ്പോൾ ഞാൻ സ്കില്ലിനെ ലെവറേജ് ചെയ്യാം. അപ്പോൾ ഞാൻ ലിജിൻ ലിജിൻ ഇസ് എ ഗുഡ് ടീച്ചർ, ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ടീച്ചറാണ് ലിജിൻ. എനിക്ക് എൻ്റെ കുറച്ച് സ്കില്ലുകൾ ഈ ലാംഗ്വേജിലും കമ്മ്യൂണിക്കേഷനിലും ഉണ്ട്. അപ്പം ഞാൻ ലിജിൻ്റെ സ്കില്ലിനെ, ടീച്ചിങ് സ്കില്ലിനെ ഞാൻ ലെവറേജ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കോഴ്സ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ആ ഒരു സ്പീക്കിംഗ് അല്ലെങ്കിൽ ഹൗ ടു സ്പീക്ക് കോൺഫിഡൻഷ്യലി, ഒരു കോൺഫിഡൻസോട് കൂടി എങ്ങനെ സംസാരിക്കുക എന്നുള്ള കോഴ്സ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ലിജിൻ്റെ സ്കില്ല് ഞാൻ ഉപയോഗിച്ചിട്ടാണ്. അവിടെ ഞാൻ ലിജിനെ ലെവറേജ് ചെയ്യാം. അപ്പോൾ അതാണ് ആ ലെവറേജ്. മനസ്സിലായില്ല? അതൊരു ശരിക്കും എംപ്ലോയീസിനെയൊക്കെ കമ്പനീസ് എടുത്തിട്ട് അവർ യൂസ് ചെയ്യുന്ന എംപ്ലോയീസിനെ കമ്പനികൾ ലെവറേജ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പം ഇതിൽ തന്നെ ഞാൻ വെരി ഇൻട്രിഗിംഗ് ആയിട്ട് എനിക്ക് തോന്നിയൊരു ഇതാണ് നമ്മൾ യൂസിങ് അതർ പീപ്പിൾസ് മണി അല്ലെങ്കിൽ അതർ പീപ്പിൾസ് ടൈം. ഇപ്പം ഞാനൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ ഞാൻ എൻ്റെ സമയമല്ല ഞാൻ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യണത്, ഞാൻ എംപ്ലോയ് ചെയ്യുന്ന ആൾക്കാരാണ് എനിക്ക് വേണ്ടി വർക്ക് ചെയ്യണത്. ഐ മേക്ക് മണി. മനസ്സിലായില്ലേ? ഇപ്പോൾ ഞാനൊരു ബാങ്ക് ലോൺ എടുക്കുകയാണെങ്കിൽ ബാങ്കിന്റെ പൈസയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതർ പീപ്പിൾ മണി എന്ന് പറയുന്ന സാധനം ബാങ്കിന്റെ പൈസ ഇങ്ങോട്ടേക്ക് വരുന്നതാണ്. OTM അല്ലെങ്കിൽ മനസ്സിലായില്ലേ? ഇത്തരം കൺസെപ്റ്റിനെയാണ് ലെവറേജ് എന്ന് പറയുന്ന ഒരു പവർ കൊണ്ട് വേർഡ് കൊണ്ട് ഉപയോഗിക്കുന്നത്. എല്ലായിടത്തും ഉള്ളൊരു സാധനമാണ്, പക്ഷെ ആരും മനസ്സിലാക്കാത്തതും ആണ് നമ്മൾ ലെവറേജ് ചെയ്യപ്പെടുകയാണ് എന്ന് ആർക്കും അല്ല. അത് കറക്റ്റ് ആണ് അല്ലേ? നമ്മൾ ജോലി സ്ഥലത്ത് നമ്മൾ വെരി ഹാർഡ് വർക്കായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. നമ്മുടെ എല്ലാ സ്കില്ലും നമ്മൾ അവിടേക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ലിറ്ററലി ആ ഒരു സിസ്റ്റം നമ്മളെ ലെവറേജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് വെരി മിനിമൽ ആയിട്ടുള്ള കുറച്ച് പൈസ തന്ന് നമ്മുടെ കാര്യങ്ങൾ നേടാനുള്ള സൗകര്യങ്ങളിലേക്ക് ഒതുക്കി നിർത്തിയിട്ട് നമ്മളെ ലെവറേജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ, എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ ഒരു ക്വാർട്ടർ നമ്മൾ ലെവറേജ് ചെയ്യപ്പെടുകയാണ് എന്ന് മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് ഒരു എംപ്ലോയി ആണെങ്കിൽ ആ ഒരു ക്വാർട്ടറിൽ നിന്ന് ലെവറേജ് ചെയ്യപ്പെടുന്ന ഒരു ക്വാർട്ടറിൽ നിന്ന് എങ്ങനെ ലെവറേജ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് മാറാം എന്നാണ് നമ്മുടെ ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റിലൂടെ റോബർട്ട് കിയോസാക്കി പറയുന്നത്. അതായത് ഇപ്പൊ നമുക്ക് ദ ബെസ്റ്റ് വേ ടു അച്ചീവ് ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ക്വാഡ്രന്റ് ഷിഫ്റ്റ് ചെയ്യില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എംപ്ലോയി ആയിട്ട് ഇരുന്നിട്ട് നമുക്ക് ഒന്നും ഉണ്ടാവാൻ പോകില്ല. കാരണം നമുക്ക് എംപ്ലോയിയും ബിസിനസ്സുകാരും തമ്മിൽ 2 വ്യത്യാസമുണ്ട്. എംപ്ലോയി ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന, പ്രത്യേകിച്ച് ഇങ്ങനത്തെ രാജ്യങ്ങളിൽ നമുക്ക് നമ്മുടെ സാലറി കിട്ടുന്നേക്കാൾ മുമ്പേ നമ്മുടെ ടാക്സ് എടുത്തുകൊണ്ട് പോകും. ബിസിനസ്സിന് അങ്ങനെയല്ല. നമ്മുടെ ഇൻകം വന്നിട്ട് നമ്മുടെ ബാക്കി എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അതാണ് ടാക്സ്. ഇപ്പോൾ ഒരു ലിറ്ററലി ഒരു വെരി കൺസെപ്റ്റലൈസ് ചെയ്ത് പറയാണ്, ചെലവ് കഴിഞ്ഞ് നമ്മുടെ ചെലവും ബിസിനസിന്റെ ലോസാ ആണല്ലോ. അപ്പോൾ അപ്പുറത്ത് അങ്ങനെയല്ല. നമ്മൾ എംപ്ലോയി ആയിരിക്കുമ്പോൾ നമ്മുടെ ചെലവാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ക്വാഡ്രന്റ് മാറിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ഫൈനാൻഷ്യലി സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. കാരണം എംപ്ലോയിന്ന് നമുക്ക് ഈസിലി ആവാൻ പറ്റാവുന്ന ഒരു സെൽഫ് എംപ്ലോയിയാണ്, അല്ലെങ്കിൽ ഞാനൊരു സോളോ പ്രൂണറാണ്.
പിന്നെ നമ്മൾ അവിടെ നിന്ന് പതുക്കെ ഒരു ബിസിനസ്സിലേക്ക് കടന്ന്, അങ്ങനെയാണ് അതിൻ്റെ ഒരു ജേണി. ബിസിനസ്സിലേക്ക് കടന്നാൽ അവിടെ നിന്നൊരു ഗ്രോസ്, ഒരു കൂടുതൽ എമൗണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അതിന് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് സക്സസ്ഫുൾ ആവാം. പക്ഷേ പൊതുവെ ഈ ഓരോന്നിനും ഓരോ ടൈപ്പ് സ്കില്ലാണ് ആവശ്യം. എംപ്ലോയി ആയിട്ടിരിക്കാനുള്ള ആവശ്യം നമ്മൾ ഈ 10-15 വർഷത്തോളം 16 വർഷത്തോളം നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കുന്ന ആ ഒരു നോളജ് മാത്രം മതി. പക്ഷേ ഒരു സോളോ പ്രൂണർ ആണെങ്കിൽ പോലും, ഈവൻ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ നമുക്ക് കുറേ ബിസിനസ് സ്കില്ലുകൾ വേണം. കാരണം നമുക്ക് സെയിൽസിനെ പറ്റി അറിയണം, മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ട് അറിയണം, നമ്മളങ്ങനെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിനെ പറ്റിയിട്ട് അറിയണം. ഓഫ് കോഴ്സ് നമ്മൾ ആൾക്കാരാണല്ലോ നമുക്ക് വേണ്ടി പണിയെടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു പീപ്പിൾ മാനേജ്മെന്റും അറിയണം. അപ്പോൾ അത്തരം കാര്യങ്ങൾ അതിൽ വേണം. ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയിട്ട് അറിയണം. എങ്ങനെയാണ് സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ഏത് കാറ്റഗറി ഓഫ് അസറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോന്നിനും ഓരോ സ്കില്ലുകളാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ട നോളജും വേറെയാണ്. അപ്പൊ അതിനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് കൂടുതൽ ആൾക്കാരും അത്തരം കാര്യങ്ങളിലേക്ക് എടുത്ത് ചാടി പുറപ്പെടാത്തത് തോന്നുന്നു. ക്വാഡ്രന്റ് ഷിഫ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാത്തത് കാരണം റിസ്ക് ഉണ്ട് ഓരോന്നിലും. ഇപ്പൊ നമ്മൾ എംപ്ലോയി ആയിട്ടിരിക്കുന്നതിനെ അത്രയ്ക്കും റിസ്ക് ആൻഡ് കംഫർട്ടബിൾ അല്ലല്ലോ അപ്പുറത്തുള്ളതൊന്നും. നമ്മൾ ഒരു ഇതിലേക്ക് വരുന്നതിന്റെ ഒരു ക്വാഡ്രന്റിലേക്ക് മാറുമ്പോഴും ഒരു ഇതിലേക്ക് മാറുമ്പോഴും അതിന് റിസ്ക് ഉണ്ട്. അത് പറഞ്ഞ പോലെ തന്നെ അത് ശരിക്കും എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് കാരണം അങ്ങനെ ഇത് ചെയ്യാതിരിക്കാൻ വേണ്ടി, ക്വാഡ്രന്റ് ഷിഫ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ബുക്കായ റിട്ടയർ യങ് റിട്ടയർ റിച്ച്, അത് ഇതിനെ കുറിച്ചൊക്കെ തന്നെയാണ് പറയുന്നതെങ്കിലും ക്വാഡ്രന്റ് ഷിഫ്റ്റിന് ക്വാഡ്രന്റ് എന്ന രീതിയിൽ പറയുന്നില്ലെങ്കിൽ പോലും അതെന്താണ് നമ്മൾ പഠിപ്പിക്കുന്നത്? അത് ലിറ്ററലി ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എങ്ങനെ നമുക്ക് ലെവറേജ് ചെയ്യാമെന്ന് പഠിപ്പിക്കുന്നത്. ഇപ്പം ഞാൻ എംപ്ലോയി ആയിട്ട് ഞാനൊരു ബിസിനസ് തുടങ്ങണത്, ഇപ്പം ലിജിൻ്റെ സ്കില്ല് ഞാൻ ഉപയോഗിച്ച് എനിക്ക് കമ്മ്യൂണിക്കേഷൻ്റെ നമുക്കൊരു കോഴ്സ് ഇങ്ങനെ തുടങ്ങണമെങ്കിൽ അതിന് വേണ്ട കുറേ സ്കില്ലുണ്ട്. ഇപ്പോൾ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഓൺലൈൻ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതിലെന്തൊക്കെ വേണം, അതില്ലെങ്കിൽ എങ്ങനെ നമുക്ക് അതിനൊരു ഹയർ ലെവലിൽ നമുക്ക് ആൾക്കാരനെ ലെവറേജ് ചെയ്യാം, അല്ലെങ്കിൽ സ്കില്ലിനെ ലെവറേജ് ചെയ്യാം. ആ ഓവറോൾ ആ ലെവറേജിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിനെ പറ്റിയിട്ട് കൂടുതലും പറയുന്നത് ഈ റിട്ടയർ റിച്ചില്. റിട്ടയർ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ആരോ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ ആ ഒരു പഴയ കൺസെപ്റ്റില് വിരമിച്ച് വീട്ടില് ആകാശത്തേക്ക് നോക്കിയിരിക്കണതല്ല. ഇപ്പൊ കിയോസാക്കി പറയുന്നത് റിട്ടയറിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ സമയം ജോലിക്ക് വേണ്ടി നമ്മുടെ സമയം വിൽക്കാത്ത അവസ്ഥയാണ് റിട്ടയറിംഗ്. ഡസൻ മീൻ ദാറ്റ് യു ആർ നോട്ട് ഡൂയിങ് എ വർക്ക്. എനിക്ക് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാക്കാണ് റിട്ടയർമെന്റ്. നമ്മൾ റിട്ടയർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പണിയിലാണ്ട് വീട്ടിലിരിക്കുന്നത് അതല്ല. ഇതേ പറഞ്ഞാൽ നമ്മൾ ചെയ്ത് വേണം നമുക്കൊരു സോർട്ട് ഓഫ് റിട്ടയറിംഗ് അത് വേണം പറയാം. കാരണം നമ്മുടെ സമയം വിൽക്കണത് മാറ്റിയിട്ട് വി ആർ ക്രിയേറ്റിംഗ് സിസ്റ്റംസ്, അല്ലെങ്കിൽ വി ആർ ക്രിയേറ്റിംഗ് ബിസിനസ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് us ഗ്രോ, ഹെൽപ്പ് us ഏൺ മോർ മണി. അപ്പോൾ അതാണ് ആ ഒരു റിട്ടയറിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. നമ്മൾ ആദ്യമായിട്ട് റിട്ടയർമെന്റ് കേൾക്കുമ്പോൾ എല്ലാവർക്കും അത് വേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് ബോറടിക്കും. റിട്ടയർ ചെയ്ത് നമ്മൾ വി ആർ ഡൂയിങ് മോർ തിങ്സ്. പക്ഷേ ഇപ്പോഴും രത്തൻ ടാറ്റ പോലെയുള്ള ആൾക്കാരൊക്കെ മരിക്കുന്നത് വരെ ഹി വാസ് ഡൂയിങ് ഒരു കാര്യമില്ല. 97 or 98 വയസ്സായി പുള്ളി ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊളിറ്റീഷ്യൻസ് റിട്ടയർ ചെയ്യാറുണ്ടോ? കാരണം അവര് നമ്മുടെ സ്കില്ലുകൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പക്ഷേ നമ്മൾ വി ആർ നോട്ട് ഫോഴ്സ് ടു ഡു എ വർക്ക്. നമ്മളൊരു സിസ്റ്റത്തിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ തന്നെ ജോലിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങൾ എത്രത്തോളം നമുക്കൊരു സാറ്റിസ്ഫൈങ് ആണ്. അതെ എനിക്കൊന്ന് ഇതിനെയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് നമ്മൾ പറയുന്നത്. സോ ഇതിന് ഒരു പ്രിൻസിപ്പിളായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ഇപ്പം വ്യൂവേഴ്സിന് കുറച്ച് പ്രിൻസിപ്പിൾസ് റോബർട്ട് കിയോസാക്കി പറയുന്നുണ്ട്. വാട്ട് ആർ ദേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ സംതിങ് യു ലേൺ ഹൗ ടു ഇൻവെസ്റ്റിംഗ്, അത് രണ്ടാണ് മെയിൻ ആയിട്ടുള്ളൊരു സോർട്ട് ഓഫ് കാറ്റഗറി ടു അച്ചീവ് ദോസ് ഈ ബിഗർ ഫൈനാൻഷ്യൽ ഗോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ബീങ് റിച്ച് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റാണ്. നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാക്കി തന്നത് എനിക്ക് ഈ ബുക്കാണ്. എന്താണ് എനിക്ക് റിച്ച് ആവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് എനിക്കൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അത് ഈ ബുക്കാക്കി തന്നത്. അത് പറയുന്നത് ചിലപ്പോൾ ഇറ്റ് കുഡ് ബി $10 million ആയിരിക്കാം, പൈസ ആയിരിക്കാം. ചില ആൾക്കാർക്ക് അതൊരു സമയമായിരിക്കാം, ചില ആൾക്കാർക്ക് സ്വാതന്ത്ര്യമായിരിക്കാം, ചില ആൾക്കാർക്ക് അത് നമ്മുടെ ഫാമിലിയുടെ കൂടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമായിരിക്കാം, അല്ല അതിനുള്ള സമയം വാങ്ങലായിരിക്കാം. അപ്പോൾ ആദ്യം നമ്മൾക്കൊരു ബിഗർ പിക്ചറിൽ എന്താണ് നമുക്ക് വേണ്ടത് എന്നൊരു ക്ലാരിറ്റി ഉണ്ടാക്കുക എന്ന് പറയില്ലേ. നമ്മൾ മറ്റേ പല പുസ്തകങ്ങളെല്ലാം പറഞ്ഞ പോലെ ബിഗിൻ വിത്ത് എൻഡ് ഇൻ ദ മൈൻഡ്. നമുക്ക് നമ്മുടെ ബിഗർ ഗോൾ എന്താണോ അവിടെ നിന്ന് പുറകിലോട്ട് നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങാം, പ്ലാൻ ചെയ്ത് തുടങ്ങായിരിക്കും. ശ്യാം ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫിനാൻസിനെ കുറിച്ച് പറഞ്ഞ എല്ലാം ഒരു നോളജാണ്, അതിനെക്കുറിച്ച് അറിവുണ്ട്. അറിവുള്ളവർക്കാണ് ഇതിലേക്ക് എത്തിച്ചേരാം എന്ന് മനസ്സിലാവുള്ളൂ, അല്ലേ? സത്യമല്ലേ? അപ്പം ആ അറിവ് ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയും, അതിൻ്റെ ഒരു കുറവാണ് എല്ലാ
വീഴ്ചകൾക്ക് ആൾക്കാർ ഈ ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്താൻ പറ്റാത്തതിന്റെ കാരണം ഉള്ളത് സത്യമാണല്ലോ. അതെ അതെ അതെ. ഇപ്പോൾ വാട്ട് ഈസ് ഫിനാൻഷ്യൽ ലിറ്ററസി? എന്താണ് നമുക്ക് അറിയേണ്ടത് ഈ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്തിച്ചേരാനായിട്ട്? ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിന് എന്തറിഞ്ഞിരിക്കണം എന്നാണ് ശ്യാമിന് തോന്നുന്നത്? ഞാൻ ഒട്ടും ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ലാത്ത ഒരാളായിരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റും 100%. കാരണം ഞാൻ ഇത്തരം ബുക്കുകൾ വായിക്കുക, അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് കേൾക്കുക, അല്ലെങ്കിൽ അത്തരം യൂട്യൂബ് ചാനലുകൾ, അല്ലെങ്കിൽ നമുക്കൊരു ഇത്തരം ഇതിൽ നിന്ന് ഞാൻ പഠിച്ചത് മെയിൻലി എൻ്റെ റിസോഴ്സ് പുസ്തകങ്ങളായിരുന്നു. പ്ലസ് മെന്റേഴ്സ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫൈനാൻഷ്യലി അച്ചീവ് ചെയ്തിട്ടുള്ള ആൾക്കാർ, ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ നിന്ന് കിട്ടുന്ന കുറേ പാഠങ്ങളുണ്ടല്ലോ. ഇപ്പോൾ പ്രത്യേകിച്ചും ഈ ബുക്കിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്കൊരു 2 കാര്യങ്ങൾ. ഒന്നാമത് അതായത് അസറ്റ് ആൻഡ് ലയബിലിറ്റി. നമ്മൾ മുമ്പ് പറഞ്ഞിട്ട്, അതായത് എന്താണ് അസറ്റ്? എനിത്തിങ് ബ്രിങ്ങിങ് മണി ടു യുവർ പോക്കറ്റ് ദാറ്റ് ഈസ് എൻ അസറ്റ്. എനിത്തിങ് ടേക്കിംഗ് മണി ഔട്ട് ഓഫ് യുവർ പോക്കറ്റ് ഈസ് എ ലയബിലിറ്റി. ഇതിലൊരു രസകരമായിട്ടൊരു കാര്യമാണ് ക്രെഡിറ്റ് കാർഡിനെ പറ്റിയിട്ട്. ഇപ്പോൾ ഒരാൾ ഒരു ഫുൾ ബാലൻസ് ഉള്ള ഒരു ക്രെഡിറ്റ് കാർഡ് ഒരാളുടെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ലോഡ് ചെയ്ത ഗണ്ണ് അയാളുടെ കയ്യിൽ കൊടുക്കണ പോലെയാണ്. അത് അയാൾക്കും ഡേഞ്ചർ ആവാം, കൂടെയുള്ള എല്ലാവരുടെയും ലൈഫ് ഡേഞ്ചർ ആവും. കാരണം ഫൈനാൻഷ്യൽ ലിറ്ററസി ഇല്ലാത്ത ആൾക്കാർ ഒരു ലോഡഡ് ഗണ്ണും പിടിച്ച് നിൽക്കുന്ന ആൾ പോലെയാണെന്ന് പറയണത്. കാരണം എനിക്ക് അതിനെ പറ്റിയിട്ട് അറിയില്ല. ഞാൻ എപ്പോൾ വേണമെങ്കിലും എനിക്ക് എന്നെ വെടിവെച്ചു കൊല്ലാം, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ള ആൾക്കാർക്കും വെടിവെച്ചാൽ ഇറ്റ് ക്യാൻ യൂസ് ഓൺ എയ്തർ. അപ്പോൾ നമുക്ക് ഫൈനാൻഷ്യൽ ലിറ്ററസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്ററലി ഞാൻ പഠിച്ചു തുടങ്ങിയതൊക്കെ, ഒന്ന് ഞാൻ ആദ്യം ഒരു ബജറ്റിംഗ് ചെയ്യാൻ പഠിച്ചു. എൻ്റെ കയ്യിലേക്ക് പൈസ ഇത്ര വരുന്നുണ്ട്, ഞാൻ ഇത്ര രൂപ ടാക്സ് കൊടുക്കുന്നുണ്ട്, ഇത്ര രൂപ എനിക്ക് എക്സ്പെൻസ് വരുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ സേവ് ചെയ്യണ പൈസ, എൻ്റെ പൈസ, മൈ മണി വാസ് ലൈക്ക് നത്തിങ്. അത് ഞാൻ ആദ്യം പഠിച്ചു. പിന്നെ എനിക്ക് മനസ്സിലായി ഈ പൈസ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു $1 million ഉണ്ടാക്കണമെങ്കിൽ ചുരുങ്ങി ഇതൊരു 50, 60, 100 വർഷം വേണം. കാരണം നമ്മുടെ ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷെ അതിനനുസരിച്ച് നമുക്ക് ഇൻകം വരുന്നില്ല. പിന്നെ ഈ സാലറി കൂടാന്ന് പറഞ്ഞ ഒരു ജിമ്മിക്ക് അവിടെ നടക്കുന്നുണ്ട്. അതിനെ ഒരു 2% സാലറി കൂട്ടി തരും, 7% ഇൻഫ്ലേഷൻ. അതായത് സാധനങ്ങളുടെ വില 7% കൂടുമ്പോൾ നമുക്ക് 2% കൂട്ടി തരും. ടാക്സിങ്ങിനെ പറ്റി ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് ഓക്കെ നമ്മുടെ കിട്ടുന്ന പൈസയുടെ ഒരു ബിഗ് പോർഷൻ ടാക്സിലേക്കേ പോണത്. ഇപ്പൊ ഞാൻ ജോലികൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കാണുന്നത് ആഫ്റ്റർ ടാക്സ് അല്ല പ്രീ ടാക്സ് സാലറിയാണ്. ഇപ്പൊ എനിക്കൊരു $120,000 നിനക്ക് ഞാൻ തരാൻ പോണെന്ന് പറഞ്ഞാൽ ടാക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ 80,000 ഉള്ളൂ. അതിൽ എക്സ്പെൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു 2,000-3,000 ഒരു വർഷത്തിലേക്ക് ചിലപ്പോൾ ഒരു 10,000 മാക്സിമം കയ്യിൽ വെക്കായിരിക്കും. അപ്പോൾ അസറ്റ് എന്താണെന്ന് എനിക്ക് പഠിച്ചു. കാരണം നമുക്ക് അസറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ എന്ന് പഠിച്ചു. പിന്നെ ഓഫ് കോഴ്സ് ഈ എംപ്ലോയി എന്ന് പറയുന്ന ക്വാഡ്രന്റിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ അതാണ് എന്നെ സംബന്ധിച്ച് ഞാൻ പഠിച്ച ഒരു, പിന്നെ ടാക്സിങ് സിസ്റ്റം പറഞ്ഞ പോലെ അസറ്റ്, ലയബിലിറ്റി, പിന്നെ സോർട്ട് ഓഫ് നമ്മളൊരു ബിസിനസ് ടെർമിനോളജികൾ നമ്മൾ കുറേ പഠിക്കില്ലേ. ഇപ്പോൾ ക്യാഷ് ഫ്ലോ ഇൻ, ക്യാഷ് ഫ്ലോ ഔട്ട്. ഇപ്പോൾ റിച്ച് ഡാഡ് പറയുന്ന ഒരു സംഭവമുണ്ട്, ക്യാഷ് ഫ്ലോ ഈസ് ദ കിങ്. അപ്പോൾ ലിറ്ററലി നമുക്ക് വി നീഡ് ക്യാഷ് ഫ്ലോ. നമുക്ക് ആ ക്യാഷ് പല ആംഗിളിൽ നിന്നായിട്ട് നമ്മുടെ പോക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കണം. എനിക്കൊന്ന് അതിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു, ശ്യാം പറഞ്ഞ എക്സാമ്പിളിനോട് റിലേറ്റ് ചെയ്ത് വരുന്ന ഈ ലോഡഡ് ഗണ്ണെന്ന് റോബർട്ട് കിയോസാക്കി ക്രെഡിറ്റ് കാർഡിനെ വിളിച്ചിട്ട്, അതുപോലെ ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ലോഡ് ചെയ്യാത്തൊരു യൂസ് ചെയ്യാനേ പറ്റില്ല. നമ്മളൊരു ഫൈനാൻഷ്യൽ ഫ്രീഡം വേണം, എന്നാൽ നമുക്കൊരു ബേസിക് ഫൈനാൻഷ്യൽ ലിറ്ററസി ഇല്ലാന്ന് പറയുമ്പോൾ നമ്മളൊരു കളിത്തോക്ക് പിടിച്ചോണ്ട് നടക്കില്ല. പൊട്ടിക്കില്ല, നമ്മൾ പൊട്ടൂല, ഒന്നുമില്ല, നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. നമ്മൾ പക്ഷെ എപ്പോഴും സങ്കടപ്പെട്ട് ഒരിക്കലും ഫ്രീഡം എത്തുന്നില്ല. ഈ ഒരു ഫ്രീഡം എത്തണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ലിറ്ററസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഫിനാൻഷ്യൽ ഫ്രീഡത്തിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ടും പറഞ്ഞു. ഇപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡം എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ വാട്ട് ആർ ദി സ്റ്റെപ്സ്? അതിനെങ്ങനെ ലെവറേജ് ചെയ്യാൻ പറ്റും? ലെവറേജ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കിയോസാക്കി പറഞ്ഞ മൈൻഡ് സെറ്റ് ഗെയിം ആണെന്നാണ്. കാരണം നമ്മുടെ മൈൻഡാണ് ഇതിനെല്ലാം ഒരു സ്റ്റാർട്ട് ചെയ്യണത്. ഇറ്റ്സ് ഓൾ സ്റ്റാർട്ട് ഫ്രം എ തോട്ട് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടില്ലേ. അതായത് നമുക്ക് ഫൈനാൻഷ്യൽ ലിറ്ററസി ഇല്ല എന്നുള്ള കാര്യം നമ്മൾ അംഗീകരിക്കുക. അത് പഠിക്കാനുള്ള ഏരിയാസ് നമ്മൾ തപ്പി കണ്ടുപിടിക്കാം, എവിടെ നിന്നാണ് നമ്മളത് പഠിക്കുക എന്നുള്ളത്. എന്നിട്ട് സ്ലോലി ആ ഒരു മൈൻഡിനെ നമ്മൾ ഒത്തിരി കൂടി ഒരു സ്ട്രോങ് ആക്കുക. കാരണം നമുക്കൊരു എംപ്ലോയി ആയിരുന്നത് കൊണ്ട് നമുക്ക് അടുത്തൊരു സ്റ്റേജിലേക്ക് എത്താൻ പറ്റില്ല എന്നുള്ളത് ഇറ്റ്സ് ഓക്കെ, നമ്മൾ അത് അംഗീകരിക്കാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ സമ്മതിക്കാം. എന്നിട്ട് വി ട്രൈ ടു ലേൺ സ്കിൽസ്. ഞാൻ എംപ്ലോയി ആയിരുന്നപ്പോൾ ഞാൻ പഠിച്ചു തുടങ്ങിയത് ബാക്കിയുള്ള സ്കില്ലുകളെ പറ്റിയിട്ട്. അപ്പോൾ എന്തൊക്കെ എനിക്കൊരു ഹൈ ലെവറേജ്, ഹൈ മണി കൊണ്ടുവരാവുന്ന, എൻ്റെ അവളി റേറ്റിനേക്കാളും ഒരു മാസീവ് ആയിട്ടുള്ള പൈസ കൊണ്ടുവരാൻ പറ്റുന്ന ഏതൊക്കെ സ്കില്ല് എനിക്ക് പഠിക്കാൻ പറ്റുന്നത് ഞാൻ പഠിച്ചു തുടങ്ങി. കുഡ് ബി എനിത്തിങ്. ഇപ്പോൾ ഒരു സ്പീക്കിംഗ് തൊട്ട് കമ്മ്യൂണിക്കേഷൻ തൊട്ട് എത്രയൊക്കെ മൈൻഡ് സെറ്റ് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്താണെങ്കിൽ എത്രയോ സ്കില്ലുകൾ ഒന്ന് പഠിക്കാം. അപ്പോൾ ഇന്ന് സ്കില്ല് പഠിക്കാൻ അത്രയ്ക്ക് വലിയ സമയമൊന്നും വേണ്ട. കാരണം എല്ലാം ഒരു ഷോർട്ട് കോഴ്സസ് പോലെ നമുക്ക് ഓൺലൈനിലും ഗൂഗിളിലും എല്ലാം അവൈലബിൾ ആണ്.
അത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മളൊരു എൻ്റയർ മൈക്രോ ഡീറ്റെയിൽസ് ഒന്നും അറിയേണ്ട കാര്യമില്ല നമ്മൾ എല്ലാ കാര്യത്തിൻ്റെയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ടാക്സിങ്ങിനെ പറ്റിയിട്ട് അത് നമുക്ക് മൈക്രോ ഡീറ്റെയിലുകൾ അറിയണ്ട, കാരണം നമുക്കൊരു അക്കൗണ്ടന്റ് ഉണ്ടെങ്കിൽ അത് മതി. പക്ഷെ അക്കൗണ്ടന്റിന് ലെവറേജ് ചെയ്യാൻ പഠിക്കണം. നമ്മൾ അക്കൗണ്ടന്റിന്റെ സ്കോപ്പ് എന്താണ്, നമുക്കൊരു ബേസിക് എന്താണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്, അങ്ങനെ പഠിച്ചിരിക്കണം. അങ്ങനെ അത്തരം സ്കില്ലുകളെ പറ്റി അറിഞ്ഞ് പഠിച്ചിരിക്കലായിരിക്കും ഇതിലെ ഏറ്റവും ബെസ്റ്റ് വഴി. പ്ലസ് സ്പീക്കിംഗ് ടു പീപ്പിൾ ഹു നോസ് അബൌട്ട് ഫൈനാൻഷ്യൽ ലിറ്ററസി, അല്ലെങ്കിൽ ഫൈനാൻഷ്യലി ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുക. നമ്മളെപ്പോഴും പറയാറുള്ള പോലെ മെന്റേഴ്സ്, കണക്ടിങ് വിത്ത് ദ റൈറ്റ് പീപ്പിൾ, അത്തരം റിലേഷൻഷിപ്സിനെ ലെവറേജ് ചെയ്യുക. പിന്നെ കൂടുതൽ സ്കില്ലുള്ള ആൾക്കാരനെ നമ്മളെപ്പോഴും റാദർ ദാൻ സ്റ്റാർട്ടിങ് സംതിങ് ഓൺ യുവർ ഓൺ, ഇപ്പോൾ ഒരു എംപ്ലോയിന്ന് ട്രൈ ടു സീ ഇഫ് എനിത്തിങ് യു ക്യാൻ ഡു ആസ് എ സൈഡ് ഹസിൽ, ഒരു പ്ലാൻ ബി എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം നോക്കാം. എനിത്തിങ് ഒരു സം എമൗണ്ട് ഓഫ് ഒരു ചെറിയ ബിസിനസ് എങ്ങനെ തുടങ്ങി, വെരി സ്മോൾ ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ അതിൽ നിന്ന് പഠിക്കും. ആ ഒരു സ്കിൽ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു സ്റ്റാർട്ടപ്പ് എങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർ ആയിട്ട് എങ്ങനെ നമുക്ക് അതിന് സംസാരിക്കേണ്ട ഭാഷകൾ വേറെ, അതിന് സംസാരിക്കേണ്ട ഒരു കാര്യം സെല്ല് ചെയ്യുമ്പോൾ സംസാരിക്കേണ്ട ഭാഷ വേറെ, അല്ലെങ്കിൽ നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് പതുക്കെ സ്ലോലി സ്റ്റാർട്ട് ചെയ്യാം. ഓൾവേസ് മേക്ക് എ ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ടൈം ലൈൻ വെക്കാം. എന്നിട്ട് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നമ്മൾ അതിൽ നിന്ന് ഗ്രോ ചെയ്യാൻ പഠിക്കുക. പിന്നെ ബിസിനസ്സുകൾ ഉണ്ടാക്കാൻ പഠിക്കുക. കൂടുതലും നല്ല ബിസിനസ് സ്കില്ലുള്ള ആൾക്കാരായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് അവരുടെ സ്കില്ല് യൂസ് ചെയ്തിട്ട് എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും നോക്കുക. ഇറ്റ്സ് ഒരു ടീം വർക്കായിട്ട് ഉപയോഗിച്ച് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാസ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അതിന് ഇൻവെസ്റ്റ് ചെയ്യാം. ലൈക്ക് യു ക്യാൻ എയിം ഫോർ ദ പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ക്വാഡ്രന്റ് നമ്മളൊരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് മാറുക. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ 2 ക്വാഡ്രന്റിലേക്ക് ഒരേ സമയം മാറാൻ നോക്കിയായിരുന്നു. കാരണം എംപ്ലോയി ആയിട്ട് ഞാനൊരു സോളോ എന്നെ സെല്ല് ചെയ്യാവുന്ന സ്കില്ല് ഞാൻ പഠിച്ചെടുത്തു. അറ്റ് ദ സെയിം ടൈം ഞാൻ എൻ്റെ ആ സമയത്തുണ്ടായിരുന്ന രീതിയിൽ ഞാൻ ഇൻവെസ്റ്റിംഗ് പഠിച്ചെടുത്തു. എനിക്കൊരു മെൻറ്ററിനെ വെച്ച് ഞാൻ അത്തരം കാര്യങ്ങൾ പഠിച്ച് ഞാൻ അതിൽ നിന്ന് കിട്ടുന്നത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാനും നോക്കിയായിരുന്നു. അപ്പോൾ അങ്ങനെ 2 രീതിയിൽ എനിക്കൊരു ഫൈനാൻഷ്യലി കുറച്ച് ഐഡിയകൾ വന്നു തുടങ്ങി. നമ്മളൊരു ഗുഡ് ഡെറ്റ് ബാഡ് ഡെറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നല്ല കടം ചീത്ത കടം. അത് നല്ല കടത്തിന് എങ്ങനെ ലെവറേജ് ചെയ്യാന്ന് പഠിക്കാനുള്ളതും മെയിൻ ഒരു സബ്ജക്റ്റാണ്. ആൾക്കാർക്ക് ഏറ്റവും പേടിയുള്ളത് അതാണ്, കാരണം അത് റിസ്ക് കൂടുതലാണ്. അപ്പോൾ നമുക്കൊരു എംപ്ലോയി ആയിട്ട് സൈലന്റ് ആയിട്ട് ഇരിക്കാനാണ്, സേഫ് സോൺ ആണെങ്കിൽ എല്ലാവർക്കും എളുപ്പമാണ്. എനിക്കൊന്ന് ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ ആൾക്കാർ എപ്പോഴും എന്നെ റിലേറ്റ് ചെയ്യുന്ന മറ്റേ ജപ്തി അങ്ങനെയുള്ള കാര്യം നമ്മൾ വെരി പഴയ ഒരു പെർസെപ്ഷൻ. ഇപ്പോഴത്തെ ആൾക്കാർ എനിക്ക് കുറെ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് പിന്നെ ചോദിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ റിട്ടയറിങ്, ഇതിന്റെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വാട്ട് വി മീൻ ഈസ് ടു റിട്ടയർ ചെയ്യാൻ. അതാണല്ലോ എല്ലാത്തിന്റെ അവസാനത്തിൽ റിട്ടയർ ചെയ്യാൻ. ഇപ്പോൾ കിയോസാക്കി തന്നെ പറയണത്, പുള്ളി ഒരു 38 മറ്റോ റിട്ടയർ ചെയ്തു, ഉണ്ടായിരുന്ന ജോലിയിൽ നിന്ന് രാജിവെച്ചു. എന്നിട്ടൊരു കുറച്ച് സമയം കുറച്ചിങ്ങനെ വെറുതെ ഇരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, ഓക്കെ ഇതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതിനേക്കാളും ഹി ഹാസ് നത്തിങ് ടു ഡു. ബേസിക് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് വി നീഡ് ടു ഗ്രോ ആൻഡ് ലേൺ ആൻഡ് മേക്ക് എൻ ഇമ്പാക്ട് ഇൻ അതർ പീപ്പിൾ. അപ്പം നമുക്ക് വെറുതെ ഒരാൾക്ക് എത്ര സമയം വെറുതെ ഇരിക്കാൻ പറ്റും? ഇപ്പം നമ്മൾ ജോലിയിൽ നിന്ന് ഇറങ്ങി ഒരു സമയം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കൂടുതൽ സമയം കിട്ടി. നമ്മൾ ആ ഒരു സമയത്തിനെ ലെവറേജ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഗ്രോ ചെയ്യണത്. റിട്ടയർ ചെയ്യാന്ന് പറയുമ്പോൾ ലിറ്ററലി ഇറ്റ് ഈസ് നോട്ട് ഡൂയിങ് എനിത്തിങ്. നമ്മളൊരു സ്പേസ് നമ്മുടെ സമയത്തിന് വിൽക്കാത്ത, നമ്മൾ ആരും കൺട്രോൾ ചെയ്യാത്തൊരു സ്പേസ് ഉണ്ടാക്കി അവിടെ നിന്ന് പഠിച്ച് ഗ്രോ ചെയ്ത് നമുക്കൊരു സോർട്ട് ഓഫ് ബിസിനസ്സോ അല്ലെങ്കിൽ അത്തരം ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്ത് ചെയ്യലാണ്. ഇപ്പോൾ കിയോസാക്കി അതിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം ഒരു ഗെയിം കണ്ടുപിടിച്ചു, ഒരു ക്യാഷ് ഫ്ലോ ഗെയിം, അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി. പിന്നെ റിച്ച് ഡാഡ് ഗെയിം, പിന്നെ പുള്ളി പുസ്തകങ്ങൾ എഴുതി തുടങ്ങി. അപ്പോൾ ഈ ഇൻവെസ്റ്റിങ്ങിനെ പറ്റി പഠിക്കണ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഹിസ് ലെവറേജിങ് ഹിസ് ടൈം. അപ്പോൾ റിട്ടയർ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ആ ഒരു സമയത്തിന് നമ്മുടെ കയ്യിലെടുത്ത് ഒരു ഫ്രീ ഓഫ് മൈൻഡിലോട് കൂടിയിട്ട് നമ്മളൊരു റൈറ്റ് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് ലൈഫിനെ അപ്രോച്ച് ചെയ്ത് ബെറ്റർ ഒരു ഫ്യൂച്ചർ ഫൈനാൻസിനെ പറ്റി വറി ചെയ്യാത്തൊരു ലോകം, ഒരു ജീവിതം ജീവിക്കലാണ്. അതെ, എനിക്കൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് മേക്കിംഗ് ഡിഫറെന്റ് ചാനൽസ്. അല്ലേ? അത് ആ ചാനൽസ്, റൈറ്റ് ചാനൽസ് കണ്ടുപിടിച്ച് ആ ചാനൽസിനെ നമ്മൾ ലെവറേജ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ബേസിക് റൂള് എന്ന് പറയുന്നത്. ആയിരിക്കും. കാരണം ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് വെച്ചാൽ പല ആൾക്കും പലതായിരിക്കും. ചില ആൾക്കാർക്ക് അതൊരു സമയമായിരിക്കാം. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ചിലപ്പോൾ സ്വാതന്ത്ര്യമായിരിക്കും, എന്നെ സംബന്ധിച്ച് ഫ്രീഡം ആയിരിക്കാം. അതായത് ഒരു ഫൈനാൻഷ്യൽ എനിക്കൊന്നും പൈസ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഇറ്റ് ഈസ് ടൈം ഫോർ മീ. ഇപ്പം എനിക്ക് വേറെ ഒന്നിനെയും പറ്റിയിട്ട് വറി ചെയ്യാണ്ട് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യലാണ് എന്നെ സംബന്ധിച്ച് ചിലപ്പോൾ ഡെഫിനിഷൻ ആയിരിക്കാം. അങ്ങനെ ഇപ്പം ചില ആൾക്കാർക്ക് ഇത്രയും മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇത്ര അക്കൗണ്ടിൽ കാണുന്നതായിരിക്കും. ബട്ട് ഡസൻ വർക്ക്. മനസ്സിലായില്ലേ? നമ്മുടെ എല്ലാ ബുക്കുകളും തീരുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇഫ് ദർ ഈസ് വൺ തിങ് യു ഹാവ് ടു യു ലേൺ ഫ്രം ഇറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഈ 2 ബുക്കുകളിൽ ഒരു കാര്യം ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ഓഫ് കോഴ്സ് എനിക്ക് ഈ ബുക്കിൽ ഒരു കോട്ട് ഉണ്ട്. അതായത് വർക്ക് ടു ലേൺ നോട്ട് ടു ഏൺ, ആൻഡ് ലേൺ ടു യൂസ് ലെവറേജ്. അത് വർക്ക് ടു
ലേൺ. അത് നമ്മൾ ജോലി ചെയ്യണത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ശമ്പളം കിട്ടണത് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യരുത്, കിയോസാക്കി പറയണതാ. പക്ഷേ ലേൺ ടു യൂസ് ലെവറേജ്. നമ്മൾ ഒരു പഠിക്കണ കാര്യത്തിനെയും പഠിക്കുന്ന സ്കില്ലുകളെയും എങ്ങനെ ലെവറേജ് ചെയ്യാം എന്നുള്ളതാണ് പഠിക്കുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ലെവറേജ് ഈസ് കിങ്. ഈ ക്യാഷ് ഫ്ലോനെ കിയോസാക്കി പറയണ പോലെ തന്നെ നമ്മൾ ഇന്ന് നമ്മുടെ സ്കില്ലിനെയും നമ്മുടെ സമയത്തിനെയും നമ്മുടെ റിലേഷൻഷിപ്സിനെയും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരിനെയും ലെവറേജ് ചെയ്യാൻ നമുക്ക് പറ്റണോ, അല്ലെങ്കിൽ നമുക്കൊരു ഗുഡ് ഡെറ്റിനെ ലെവറേജ് ചെയ്യാൻ പറ്റണോ, അവിടെ നമ്മുടെ ഫൈനാൻഷ്യൽ സക്സസ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ജേണി ചേഞ്ച് ആവും എന്നാ പറയുന്നത്. ഐ തിങ്ക് ആ ഒരു സിംഗിൾ കോട്ട്, വർക്ക് ടു ലേൺ നോട്ട് ടു ഏൺ. അടിപൊളി, വെരി ഇൻഫർമേറ്റീവ്. ഞാൻ എഴുതി വെച്ച ക്വസ്റ്റ്യൻസിനേക്കാളൊക്കെ അപ്പുറത്ത് പോയി. ഭയങ്കര രസമായിട്ടൊരു കോൺവെർസേഷൻ ആയിരുന്നു. ശ്യാം, താങ്ക് യു. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അത് ഞങ്ങൾക്കൊരു പ്രചോദനം. ഞങ്ങൾക്കതൊരു അതെ. അപ്പൊ നമ്മള് ഒത്തിരി പേര് കമന്റ് ചെയ്യണു, ബുക്സ് കമന്റ് ചെയ്യണു, കുറെ നമ്മൾ കേൾക്കാത്ത ഒത്തിരി പുസ്തകങ്ങൾ അതിന്റെ അടിയിൽ വരുന്നുണ്ട്. ദാറ്റ്സ് ഗുഡ്. എനിക്കൊന്ന് നമ്മൾ ഈ 2 ബുക്കാക്കാൻ തീരുമാനിച്ചതിന്റെ കാരണം അതാണ്. കാരണം ബുക്കുകൾ കവർ ചെയ്യണല്ലോ. അതെ. പിന്നെ ബുക്ക് 2 ആണെങ്കിലും അതിലൊരു കോർ പ്രിൻസിപ്പിൾ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ബുക്ക് ഒരു 500-ഓളം പേജുള്ള ഒരു ബുക്ക് വായിച്ചെടുക്കാൻ ഒത്തിരി സമയം എടുക്കും. ഇത് സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മൾ ആ പറഞ്ഞത് തന്നെയുള്ളൂ. ഇപ്പൊ ഇങ്ങനെ തന്നെയാണ് നമ്മൾ എല്ലാ ബുക്കുകളെയും പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളത് എങ്ങനെ അപ്ലൈ ചെയ്തു, നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഐ തിങ്ക് ദാറ്റ്സ് എ ഗുഡ് വേ ടു ലേൺ. Definitely. But thank you. See you next time. Thank you.